പണ്ട് പണ്ട് വളരെ പണ്ട് അങ്ങകലെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. പർവ്വതനിരകളുടെ താഴ്വാരത്തിലുള്ള ഒരു മഹാനഗരം. എവിടെ നോക്കിയാലും ക്രൂരത, കൊലപാതകം, പോക്കറ്റടി, കവർച്ച. ചില മനുഷ്യർ പണം കൊടുത്ത് പണമുണ്ടാക്കുന്ന പലിശക്കാരാണ്. മറ്റു ചിലർ അവിടെ പട്ടാളക്കാരായി കഴിയുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. വലിയ വലിയ നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ കാവൽക്കാരായി നിൽക്കുന്നത് കാണാൻ കഴിയും. ക്രൂരതയാണ് എവിടെയുമുള്ളത്. രക്തം ചിതറിക്കിടക്കുന്ന തെരുവിന്റെ ഒരു ചിത്രം. മനുഷ്യർ നന്മയില്ലാത്തവരായി മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹായമോ സഹാനുഭൂതിയോ കാരുണ്യമോ ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അവിടെയാണ് ആ ഒരു മനുഷ്യനുള്ളത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ജോലിയാണ് അയാൾക്ക്. പഠിപ്പിക്കാൻ വരുന്ന ആളുകൾക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിനുമുണ്ട് ഒരു ഉദ്ദേശം: പൈസ ഉണ്ടാക്കണം, ജീവിക്കണം. പഠിക്കാൻ വരുന്ന ആളുകൾക്കും ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ അതൊന്നും ഇദ്ദേഹം നോക്കാറില്ല. വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കും. ചില ആളുകൾക്ക് അഡ്രസ് എഴുതാൻ അറിയില്ല, അപ്പോൾ അത് എഴുതാൻ പഠിപ്പിക്കും. പേര് എഴുതാൻ അറിയില്ല, അത് എഴുതാൻ പഠിപ്പിക്കും. മറ്റു പലതും എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. അവർക്ക് ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആ മഹാനഗരത്തിലെ വൃത്തിയില്ലാത്ത ഒരു തെരുവിലെ അതിനേക്കാളേറെ വൃത്തിയില്ലാത്ത ഒരു മുറിയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ജീവിതമായി പോയില്ല. ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാ പരാതികളും പരിഭവങ്ങളും തന്നോട് മാത്രം. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കഴിയുന്ന ആ മനുഷ്യൻ. അയാൾ ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കണം. നല്ലവണ്ണം വിശക്കുന്നുണ്ട്. ആ നഗരത്തിലൂടെ തട്ടിത്തടങ്ങി അദ്ദേഹം നടന്നു. കാരണം അപരിചിതരായ കുറെ മനുഷ്യർ, എങ്ങോട്ടെന്നില്ലാത്ത ആ മനുഷ്യരെ അയാൾ അങ്ങനെ കണ്ടു നിന്നു. ചില ആളുകളെ കണ്ടാൽ നമുക്ക് ഭയം തോന്നും. അവിടെ കണ്ണുകൾ, അവരുടെ മുഖം, അവരുടെ പ്രകൃതം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെ ചെയ്യും എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ പെരുമാറ്റം. ഉള്ളിൽ എവിടെയോ ഒരു ഭയമുണ്ട്. പക്ഷെ ആ ഭയമെല്ലാം പുറത്ത് കാണിക്കാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു. ഒരു ഹോട്ടലിൽ കയറി നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഒരു ചായയും ഓർഡർ ചെയ്തു. ഓർഡർ എടുത്ത് കുറച്ച് കഴിഞ്ഞ് അതെല്ലാം മേശപ്പുറത്ത് വന്നു. വിശപ്പുണ്ട്. അങ്ങനെ ആർത്തിയോടുകൂടി അതെല്ലാം കഴിച്ചു. കോട്ട് ഇട്ടിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ നോക്കുന്നു. കാരണം കോട്ട് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. കുറെ കഴിഞ്ഞ് അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി പണം കൊടുക്കാൻ വേണ്ടി കോട്ടിന്റെ കീസയിൽ കഴിയിട്ടു. അയ്യോ, പേഴ്സ് കാണാനില്ല. പേഴ്സ് കാണാനില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്ത് ചെയ്യും? അദ്ദേഹം ആ ക്യാഷ്യറിൽ ഇരിക്കുന്ന അയാളോട് പറഞ്ഞു, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു, എന്റെ കയ്യിൽ പണമില്ല, എന്ത് ചെയ്യും? കുറച്ചു നേരം നിശബ്ദനായിരുന്ന അയാൾ ആ മനുഷ്യനെ നോക്കി ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചു. തിരക്കുള്ള ആ ഹോട്ടൽ മുറിയിൽ ആ ചിരി ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആ മനുഷ്യന്റെ കോട്ടിൽ കയറി പിടിച്ചു. ഇതൊന്നും ഇവിടെ ചെലവാവില്ല, പണം വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അയാൾ വിറച്ച്, കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ പേടിച്ചു. പെട്ടെന്ന് ആ കൊമ്പപീഷയുള്ള അയാളുടെ മുഖമങ്ങ് മാറി. പണം വെച്ച് പോയിക്കോ, അല്ലെങ്കിൽ എന്റെ കണ്ണ് ചുയിന്നെടുക്കും. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണ് ആ നഗരത്തിലെ ആളുകളെന്ന് അയാൾക്കറിയാം. താൻ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും പറഞ്ഞു നോക്കി. നിങ്ങൾ എന്റെ കോട്ട് വെച്ചോ, ഞാൻ പണം കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചില്ല. ആളുകളൊക്കെ കളിയാക്കി ചിരിക്കുന്നു. ഒടുവിൽ അയാൾ പറഞ്ഞു, നിന്റെ കണ്ണ് ഞാൻ ചുഴിഞ്ഞെടുക്കാൻ പോവാൻ, എനിക്ക് പണം വേണം. ഒരു കാര്യം ചെയ്യും, ഈ നിന്റെ വസ്ത്രമൂരി ഇവിടെ വെക്കുക. അങ്ങനെ കോട്ടൂരി, ഷർട്ടൂരി, പേന്റൂരി, ഒരു ട്രൗസർ മാത്രമുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഉള്ളിലൊന്നും ഇട്ടിട്ടില്ല, അതെനിക്ക് അറിയണം, നീ ട്രൗസർ ഊരി എന്ന് പറഞ്ഞു. അങ്ങനെ ഭയത്തോട് കൂടിയിട്ട് അയാൾ ആ ട്രൗസർ ഊരാൻ വേണ്ടി തുടങ്ങി. അയാൾ ഉറപ്പിച്ചു, ഈ എന്നെ വിവസ്ത്രനാക്കി, എല്ലാ വസ്ത്രങ്ങളും ഊരി എന്റെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് ഇവരെന്നെ പുറത്തേക്ക് തള്ളും. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണ്. ഒരു ക്രൂരതയുടെ വലിയ ആളുകളാണത്. കാരുണ്യമോ സ്നേഹമോ മനുഷ്യത്വമോ ഇല്ലാത്തവരാണ്. അതെനിക്കറിയാം. എന്ത് ചെയ്യാനാണ്? വസ്ത്രങ്ങളെല്ലാം ഊരി. ആ ട്രൗസർ ഊരാൻ വേണ്ടി അദ്ദേഹം തുടങ്ങുമ്പോൾ 6 അടി രൂപത്തിലുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ചുവന്ന തലപ്പാവയുണ്ട്, കറുത്ത കോട്ട്. എന്താണ് പ്രശ്നം? ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് പണം തന്നിട്ടില്ല, പേഴ്സ് പോക്കറ്റ് അടിച്ചു എന്നാണ് പറയുന്നത്. സാരമില്ല, പൈസ ഞാൻ തരാം. അങ്ങനെ ആ മനുഷ്യൻ പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വസ്ത്രമൊക്കെ ഇട്ട് എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അയാൾ സന്തോഷത്തോട് കൂടിയിട്ട്, നന്ദിയോട് കൂടിയിട്ട് ആ വസ്ത്രങ്ങളെല്ലാം ഇട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. കുറെ ദൂരം അങ്ങനെ നടന്നു പോയി. നിങ്ങൾ ആരാണ്? മറുപടിയില്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നു? മറുപടിയില്ല. നിങ്ങൾ എന്തിനെന്നെ സഹായിച്ചു? മറുപടിയില്ല. കുറെ ദൂരം നടന്ന് ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോ അയാൾ തിരിഞ്ഞു നോക്കി.
ആ മനുഷ്യനെ വല്ലാതെ ഒന്ന് നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് കേട്ടപ്പോൾ ആ മനുഷ്യന് വല്ലാത്ത ഒരു ഭയം തോന്നി. അയാളുടെ ആ കൊമ്പമീശ, ആ ചുഴിന്നിറങ്ങുന്ന കണ്ണുകൾ, രൗദ്രഭാവത്തിലുള്ള ഭയം തോന്നുന്ന ആ മുഖം, എന്ത് ചെയ്യാനാണ്? അധികം സമയം കളയാതെ അയാൾ പോക്കറ്റിൽ കൈയിട്ട് ഒരു 5 പേഴ്സ് എടുത്ത് പുറത്തേക്കെടുത്തു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ്? അയാൾ പറഞ്ഞു, അതാണ്. എന്നാൽ അത് നിങ്ങൾ എടുത്തുകൊള്ളു. അതെടുത്തു. നിങ്ങളുടെ പണമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. പണമൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ പോയിക്കൊള്ളു. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എനിക്ക് പേരില്ല. ഞാൻ ദൈവമെന്ന് വിളിച്ചോട്ടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വിളിക്കാം. അയാൾ പറഞ്ഞു, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. നിസ്സഹായതയോടുകൂടി അയാൾ സന്തോഷം ഉള്ളിലൊതുക്കി എന്തോ ഒരു വലിയ നേട്ടമുള്ളതുപോലെ അയാൾ തിരിച്ചു നടന്നു. ആ മഹാനഗരത്തിലെ ആ അനുഭവം, പോക്കറ്റടിക്കാരന്റെ ഒരു നന്മ, പോക്കറ്റടിക്കാരന്റെ സത്യസന്ധത, പോക്കറ്റടിക്കാരൻ ദൈവികമായ പ്രതിരൂപത്തിൽ വന്ന് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ആ ഹോട്ടൽ ജീവനക്കാരൻ, അവിടുത്തെ മുതലാളികൾ എന്നെ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കും. എന്റെ കണ്ണുകൾ ചുഴിഞ്ഞെടുക്കും. ഏതോ ഒരു വലിയ അനുഗ്രഹം പോലെയാണ് ആ മനുഷ്യൻ എന്റെ മുന്നിലേക്ക് വന്നത്. ആ മനുഷ്യൻ ആരാണ്? എന്റെ പോക്കറ്റ് അടിച്ച് അതേ പേഴ്സ് തന്നെ എനിക്ക് തിരിച്ചു തന്ന ആ മനുഷ്യൻ. ഇതുവരെ നിങ്ങൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥയുടെ ആഖ്യാനമാണ്.